എനർജി കൺസർവേഷൻ്റെ ലോ ആണ്. നമ്മൾക്കറിയാം എനർജി ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എങ്ങനെ അത് ഒരു എക്സ്പെരിമെൻ്റ് വെച്ച് കാണിക്കുന്നതാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്. കുഴി കുത്താൻ ഉപയോഗിക്കുന്ന ഒരു പില്ലിംഗ് പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ബേസ്മെൻറ്റ് റീഇൻഫോഴ്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിനക്കൊരു പിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇവനെയാണ് നമ്മൾ ഈ സെറ്റപ്പിനാണ് നമ്മൾ ഹാമർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഹാമർ ഈ വെർട്ടിക്കലായിട്ടുള്ള ഭാഗത്തുമ്പോൾ ചെന്ന് ഇടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പീലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ഇവൻ എന്തുണ്ട്, ഇത്ര ഹൈറ്റിൽ നിൽക്കുവാണ് ഇവന് ഏത് എനർജി ഉണ്ടുള്ളത്, പൊസിഷൻ പൊട്ടൻഷ്യൽ എനർജി mgh ഇവനുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാമറിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 1000 kg തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി 9.8 ആണ്. ഈ ഹോൾ സെറ്റപ്പ് നമുക്ക് എർത്തിലുള്ളതാണ്, അതുകൊണ്ട് ഗ്രാവിറ്റി 9.8 ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദി ഹാമർ എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ എത്രയാണ് തന്നിരിക്കുന്നത് 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? E= mgh എന്ന് പറഞ്ഞ ഫോർമുല വെച്ചിട്ട് മാസ് തന്നിട്ടുണ്ട്, ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, വന്നിരിക്കുന്ന ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ജൂളാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 98,000. പിന്നെ എന്താ പറയുന്നത്, ദി ഹാമർ ഹാസ് നോ കൈനറ്റിക് എനർജി. അതായത് ഇനീഷ്യലി ഈ ഹ്യൂജ് പോർഷൻ വെച്ചിട്ട് ഈ വെർട്ടിക്കൽ പോർഷൻ നമ്മൾ ഇടിക്കണില്ല. അപ്പോൾ ഇനീഷ്യലി അവനുണ്ട് മോഷനിലല്ല അവന്മാർ നിൽക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ എന്തില്ല, കൈനറ്റിക് എനർജി ഇല്ല. ഇനീഷ്യൽ മോഷൻ ഇല്ലാത്ത കാരണം കൈനറ്റിക് എനർജി ഇല്ല, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അവനൊരു ഹാമർ ഒരു പ്രത്യേക ഹൈറ്റിൽ നിൽക്കണ കാരണം. ഇനി എന്താ പറഞ്ഞിരിക്കണത്, അപ്പോൾ ടോട്ടൽ എനർജി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണത്. അപ്പോൾ ഇനീഷ്യലി കൈനറ്റിക് എനർജി 0 ആണ്, നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി 98,000 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ദി ഹാമർ സ്ട്രൈക്സ് ദി പീൽ, ദി പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചസ്. നമ്മൾ ഹാമർ കൊണ്ട് ഇടിക്കാൻ തുടങ്ങി, പിറ്റ് ഉണ്ടാക്കാൻ നമ്മൾ തുടങ്ങി. അങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്, പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് കൺസിഡർ ദി ടോപ്പ് ഓഫ് ദി എൻഡ് ഓഫ് ദി പീൽ. ടോപ്പ് എൻഡ് ഓഫ് ദി പീൽ എന്ന് പറഞ്ഞാൽ ഇവൻ വെച്ചിട്ട് താഴ്ഭാഗം ബോട്ടം ഭാഗം ഇടിക്കാമെന്ന് വിചാരിക്കുക. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ പീൽ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കണം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ when the hammer touches the peel at the ground level the velocity, അതായത് നമ്മളിപ്പോൾ ഈ സെറ്റപ്പ് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ ഇരിക്കുക. അതായത് നമ്മുടെ ഇതാണ് നമ്മുടെ ഹാമർ, നമ്മുടെ പീലിൻ്റെ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. ആ ഗ്രൗണ്ട് ലെവലിൽ ഇത് നമ്മുടെ ഹൈറ്റ്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ എത്താനായിട്ട് മുന്നേ തൊട്ട് മുമ്പുള്ള ആ പോയിന്റിൽ അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കില്ല, കാരണം അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി ട്രാൻസ്ഫോം ചെയ്തിട്ട് കൈനറ്റിക് എനർജി അതിന് മാറണം. അപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ ഇടിക്കുന്ന സമയത്ത് ജസ്റ്റ് ബിഫോർ ഗ്രൗണ്ടിൽ എത്താനായിട്ട് മുന്നേ, അതായത് മാക്സിമം ഡെപ്തിൽ നമ്മൾ കുഴിക്കാനായിട്ട് മുന്നേ അതിൻ്റെ വെലോസിറ്റി മാക്സിമം ആയിരിക്കും, അതിൻ്റെ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അത് ½ mv² ആയിരിക്കും. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഇടിക്കാനായിട്ട് മുന്നേ u² 0 ആയിരുന്നു. അപ്പോൾ v² ഈ ഫോർമുല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു.